ഭൂമിയുടെയും വീടിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പൊതുസുരക്ഷിതത്വത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കഴിയും. നിങ്ങളെന്ത് എന്നറിയണമെങ്കിൽ തൊട്ടടുത്ത കർണാടകത്തെ നോക്കിയാൽ മതി. അവിടെ ചേരികളിൽ കഴിയുന്ന ആളുകളെ, ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ ബുൾഡോസറുകൾ വെച്ച് ആ ചേരികളെ ഉടച്ചു കളഞ്ഞ് 3000-ഓളം പേരെ ആട്ടിയോടിക്കുമ്പോൾ ഈ കേരളത്തിലെ ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് അങ്ങനെയല്ല. പകരം ആ ചേരികളിൽ സ്വപ്നതുല്യമായ ഫ്ലാറ്റുകൾ ഉയരുന്നു. ആ ജനങ്ങളുടെ ജീവിതം ഫ്ലാറ്റുകളിലേക്ക് വിസ്മയകരമായ രീതിയിൽ മാറുന്നു. ഫ്ലാറ്റുകളിലേക്ക് ചേരികൾ മാറുന്ന വിസ്മയം ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് നടക്കുന്നത്? വിഴിഞ്ഞത്തെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട സുഹൃത്തെ. കല്ല് പല സ്ഥലത്തും ഇട്ടിട്ടുണ്ടാകും. ആ കല്ലെല്ലാം പെറുക്കി വെച്ച് നിങ്ങൾക്ക് ആശ്വാസം കൊള്ളാം. പക്ഷേ നിങ്ങൾ അദാനിയുമായി ഉണ്ടാക്കിയ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടെ തെറ്റായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി നിങ്ങൾ വലിയ തട്ടിപ്പും അദാനിക്ക് സൗകര്യമായ കാര്യങ്ങളാണ് ചെയ്തത്. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോയി ഒന്നാം ഘട്ടമല്ല രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാണേണ്ടത് ഇവിടെ 40 വർഷം കഴിഞ്ഞ് ലഭിക്കേണ്ട നമ്മുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ 40 വർഷത്തിനപ്പുറത്തേക്കാണ് കേരളത്തിൽ ഇത്രയും പണം ചെലവഴിച്ചിട്ട് കേരളത്തിന് വരുമാനമുണ്ടാകുക. അത് മാറി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മദർഷിപ്പുകൾ വരുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റി അവിടെയാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് കുറേ ക്രെയിന് കൊണ്ടുവന്നിട്ട് ഇതാ ഉദ്ഘാടനം പച്ചക്കൊടി കാണിക്കുകയാണെന്ന് പറഞ്ഞ ശ്രീ വി ഡി സതീശനോട് പോയി ചോദിക്ക് അവിടെ വികസനം നടന്നിട്ടുണ്ടോ, ക്രെയിനാണോ വരുന്നത് കപ്പലാണോ വരുന്നത് എന്ന് ശ്രീ വി ഡി സതീശനെ ബോധ്യപ്പെടുത്തുക. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല ബോധ്യമാണ്. ഇവിടെ എല്ലാ മേഖലയിലും മാറ്റമുണ്ടായിട്ടുണ്ട്. ആ മാറ്റമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായ മുന്നേറ്റമാണ്. പ്രകൃതിയുടെ സംരക്ഷണവും അതുപോലെ തന്നെ ഹരിത കേരളം മിഷനിലൂടെ ഉണ്ടായ മാറ്റമെന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ സംരക്ഷണം മാത്രമല്ല, മാലിന്യ സംസ്കരണത്തിലുൾപ്പെടെ രാജ്യത്തിന് ഏറ്റവും മാതൃകയായി മാലിന്യ കേന്ദ്രങ്ങൾ, പൂന്തോട്ടങ്ങളും കളിക്കളങ്ങളുമായി മാറുന്ന കേരളത്തിലാണ് ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നുണ പറഞ്ഞതുകൊണ്ട്, ആളുകളെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ ഇരുണ്ട കാലത്തെ ആരും മറന്നു പോവില്ല. ICUവിൽ പോലും എലി കയറുന്ന, കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എലിചത്ത് കിടക്കുന്ന ആ പഴയ കാലം, പാഠപുസ്തകമില്ലാത്ത ആ കാലമൊന്നും ഈ കേരളം മറന്നു പോവില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.